നാളത്തേക്ക് എന്നെ ഫിക്സ് ചെയ്തു. ഡോൺ വരി സുമേഷേ. നീ നേരത്തെ പറഞ്ഞ സ്ഥലം ഇതായിരുന്നല്ലേ? സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണല്ലോ ഉള്ളേ. അതെ, ഇത് തന്നെയാ സ്ഥലം. ഞാൻ രാത്രി മുഴുവൻ ഇവിടെ നിന്ന് അവരെ വാച്ച് ചെയ്യായിരുന്നു. സ്ഥലം നോക്കി മനസ്സിലാവാതെ എങ്ങനെ മുന്നോട്ട് പോവാനാ? നിന്നെ മാത്രം പെടുത്താനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അവരെന്തിനാ ഇവിടെ വരുന്നേ? എന്തെങ്കിലും ക്ലൂ കിട്ടിയായിരുന്നോ? ഒരു പ്രയോജനം ഉണ്ടാവില്ല വിക്കി. ജസ്റ്റ് അമൂലി ഇൻഫോം ചെയ്യാൻ വേണ്ടിയാ വീട്ടിലേക്ക് വന്നത്. കറക്റ്റായിട്ട് തന്നെ ചേട്ടാ ചെയ്തത്. എല്ലാരും നന്നായി ശ്രദ്ധിക്കണേ. ആന്റി, സാഹിത്യ, നീ വീട്ടിൽ പോയില്ലേ? നീ എന്താ ഇങ്ങോട്ട്? ചുമ്മാ വേദാന്തിന്റെ റൂമില് ഇരിക്കായിരുന്നു ആന്റി. എന്താണെങ്കിലും ഞാൻ തന്നെയല്ലേ ആ റൂമിൽ ഉണ്ടാവേണ്ടത്. ഒന്ന് പതുക്കെ പറ. ഈ വീട്ടില് വേറെ ആളുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ടെൻഷൻ ആവണ്ട ആന്റി. ഈ വീട്ടിൽ എന്തൊക്കെ ആരൊക്കെ പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവരാരും ശരിയല്ല. അപ്പൊ പിന്നെ എന്നെ എന്ത് പറയാനാ? സുഹാസിനി മേനോന്റെ മരുമകളാ ഞാൻ, സാഹിത്യ വേദാന്ത് മേനോൻ. എന്തു പറ്റി ആന്റി? ഞാൻ പറഞ്ഞ ശരിയല്ലേ? ചെയ്യുന്നതെല്ലാം വിജയിച്ചു എന്ന് കരുതി സമയവും സന്ദർഭവും എപ്പോഴും ശരിയാവണമെന്നില്ല. സമയവും സന്ദർഭമൊക്കെ ഞാൻ തന്നെ ശരിയാക്കിക്കോളാം ആന്റി. ഇവിടെ എന്തു മാറ്റം വന്നാലും ഞാൻ സഹിച്ചോളാം. ഇനി എനിക്കും വേദാന്തിന്റെ ഇടയിൽ വേറെ ആരും വരാൻ ഞാൻ സമ്മതിക്കില്ല. ശരി ശരി. ഇന്ന് അമൂല്യയെ എന്തായാലും ജയിലിലേക്ക് കൊണ്ടുപോകും. ആ സമയത്ത് വേദാന്തിനെ കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങളുടെ കല്യാണം നടത്താം. വീട്ടിലെപ്പോഴും നിങ്ങൾ എല്ലാവരും കൂടി അടികൂടി കളിച്ചും ചിരിച്ചും ഇരുന്നവരല്ലേ? ആ നീ തന്നെ ഇങ്ങനെ ഡള്ളായിട്ടിരുന്നാൽ എങ്ങനെയാ? ഞാനും അങ്ങനെ തന്നെ ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ എന്ത് ചെയ്യാനാ? അതെല്ലാം ശരി തന്നെയാണ്. എന്നാൽ ഇപ്പൊ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ബേജാറായിട്ടിരിക്കുന്നത്? വേദാന്ത് വീട്ടിൽ വന്നിട്ടില്ല. ജന്മാഷ്ടമി ദിവസമാണെങ്കിൽ ഇങ്ങെത്തി. വേദാന്ത് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ചിന്തയാണ് എനിക്ക്. അവന്റെ സേഫ്റ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണമല്ലോ. അവനെ പോലെയുള്ള നല്ലവർക്ക് എങ്ങനെയാണ് കഷ്ടം വരുന്നതെന്ന് നീ പറ. നമ്മുടെ വേദാന്തിന് അങ്ങനെ ശത്രുക്കളുണ്ടെന്നല്ല, അവനിരിക്കുന്ന പൊസിഷനും അവനുള്ള പേരിനുമൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അസൂയുണ്ട്. അങ്ങനെയുള്ളപ്പോ എത്രക്കാരൊക്കെയാണ് അവന്റെ ശത്രുക്കളെ ഉള്ളതെന്ന് നമുക്കറിയില്ലല്ലോ. ശത്രുക്കളൊക്കെ ഉണ്ടാവും. എന്നാ അവരിപ്പോ പെട്ടെന്നുണ്ടായി വന്നവരൊന്നും അല്ലല്ലോ. അവൻ ബിസിനസ് തുടങ്ങിയ കാലം മുതലേ അവൻ ഒരുപാട് ശത്രുക്കളും ഉണ്ട്. എന്റെ കൊച്ചുമോൻ വെറും നല്ലവൻ മാത്രമല്ല, അവൻ ബുദ്ധിയുള്ളവനുമാണ്. അവനൊരു കഷ്ടം വന്നാൽ അതെങ്ങനെ മുറിച്ചു മാറ്റണമെന്നുള്ള കാര്യം അവന് നന്നായിട്ട് അറിയാം. അവനൊരു കാര്യം ഒരു പ്രാവശ്യം മാത്രമല്ല 10 പ്രാവശ്യം ആലോചിക്കും. ഞാനൊരു ശ്രീകൃഷ്ണന്റെ വലിയ ഭക്തയാണ്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പരമാത്മാവിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ കൊച്ചുമോൻ ഒന്നും ആവില്ല എന്നും ആരും അനാവശ്യമായി ഒന്നും ചെയ്യില്ല എന്നും നല്ല ഉറപ്പ് എനിക്കുണ്ട്. ഓ, മുത്തശ്ശി ഇവിടെ ഇരിക്കായിരുന്നോ? ആദ്യം എത്ര നേരം അന്വേഷിക്കുന്നു. വന്ന്. ഓ അതെ അല്ലേ, ഞാൻ അതങ്ങ് മറന്നുപോയി. ശരി മോനെ. എന്തു പറ്റി അങ്കിൾ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല സിദ്ധാർത്ഥ്, അങ്ങനെയൊന്നുമില്ല. എന്തോ അങ്കിളുടെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല. അതുകൊണ്ടാ ചോദിച്ചേ. എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുമ്പോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പൂജ നടക്കുമല്ലേ, അങ്ങോട്ട് പോ. അവിടെ നോക്കി. അവരാണ് ഇന്നലെ നമ്മുടെ ഓഫീസിലേക്ക് IT ഓഫീസർന്ന് കള്ളം പറഞ്ഞു വന്നേ. എനിക്ക് തോന്നുന്നത് ആ കിഷൻ അകത്ത് തന്നെ ഉണ്ടാവുന്ന. അതൊക്കെ പോട്ടെ, നമ്മളിനി എങ്ങനെ അകത്ത് കയറാനാ? ഞാൻ ആ ഓഫീസേഴ്സിനെ വേറൊരു സ്ഥലത്തേക്ക് വിളിക്കാം. നിങ്ങൾ അകത്തേക്ക് വെക്കൂ. അതൊക്കെ ഒരുപാട് റിസ്ക് അല്ലേ കണ്ണൻ ചേട്ടാ?
എല്ലാ കാര്യങ്ങളും ഈസി ആയാൽ അത്ര നല്ലതല്ല അമൂല്യ. റിസ്ക് എടുക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നീ അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ശ്രദ്ധിക്കണേ കണ്ണൻ ചേട്ടാ, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. ശ്രദ്ധിക്കണേ. ശരി ചേട്ടാ, സമാധാനമായിട്ട് വാ. ഇനി അത്രയും ദൂരം കൂടി ഉണ്ട്. അതെല്ലേ, വാ. ആദ്യ, അയ്യോ എന്റെ ചക്കരെ, എന്ത് സുന്ദരിയായിരിക്കുന്നു നീ. ആദ്യ, കൃഷ്ണന്റെ ജന്മാഷ്ടമി ദിവസം കൃഷ്ണന്റെ പാദപൂജ നമ്മൾ വീട്ടിൽ ചെയ്താല് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു കൃഷ്ണൻ വരുമെന്നാ പറയുന്നേ. ഭാവനകൾ എത്ര സുന്ദരമായിട്ടുണ്ടല്ലേ മുത്തശ്ശി. ഇത് വെറും ഭാവനയല്ല മോളെ, ഇത് വിശ്വാസമാണ്. എന്ത് ജോലിയാണെങ്കിലും വിശ്വാസത്തോടെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യണം. ഇല്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലാതെ ആയിപ്പോവും. അതിൽ നിന്നൊന്നും നല്ല ഫലം കിട്ടില്ല. മനസ്സിൽ ഭക്തിയായി ദേവനെ വിശ്വസിച്ചുകൊണ്ട് ചെയ്ത വിചാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ നടക്കുമോ മുത്തശ്ശി? നീ ഈ പൂജ ചെയ്യും മോളെ, എല്ലാം ഞാൻ പറഞ്ഞു തരാം. നീയും സിദ്ധാർത്ഥും അച്ഛനും അമ്മയാകാൻ പോവാണ്. ഇതിനേക്കാളും വലിയ സന്തോഷം വേറെ എന്താ ഉള്ളത്? ശരി മുത്തശ്ശി. നമസ്കാരം സാർ. നീ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തല്ലേ? ഡ്രോപ്പ് ചെയ്തതല്ല സാറേ, വാടകയ്ക്ക് വന്നതാ. അല്ല സാർ, ഇത്രയും ദൂരം വിളിച്ചോണ്ട് വന്നിട്ട് വാടക വന്നില്ലല്ലോ. നോക്കി, ഇന്നലെ വണ്ടി വിളിച്ചതിന്റെ കാശിന് വേണ്ടി ഇന്ന് വന്നേക്കുക. ആദ്യം മോളെ, ഈ കളറിലുണ്ടല്ലോ, നിന്റെ 2 കൈയും മുക്കിയിട്ട് അവിടെ വെക്ക്. നോക്ക്, ഇങ്ങനെ 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 ഇട്ടിട്ട് വിരലുകള് പതിക്കണം. മനസ്സിലായല്ലോ? ചേട്ടാ, ഈ സ്ഥലം ശരിയല്ല. ഈ സ്ഥലം തന്നെ ശരിയല്ലെന്നുണ്ടെങ്കിൽ ഇവിടുള്ള ആൾക്കാരും ശരിയായിരിക്കില്ല. അങ്ങനെയല്ല ചേട്ടാ, ഈ സ്ഥലത്ത് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നിന്നോട് അതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞേ. നിനക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാ ചേട്ടൻ എന്നെ വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ? പറയുമ്പോ മാത്രം റൗഡി ബേബി എന്ന് പറഞ്ഞിട്ട് അത് അടുക്കളയിൽ വെച്ചോണ്ടിരുന്നാ മതിയാവോ ചേട്ടാ? അത് കുറച്ചെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണ്ടേ? എന്ന് വെച്ച് ഇത്രയും വലിയ റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ എനിക്ക് വേണ്ടി വന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നു. ഇനി എന്തിനാ ഈ ചർച്ചയൊക്കെ? നമ്മളിവിടെ വന്നു കഴിഞ്ഞില്ലേ? വാ, നടക്ക്.
കിഷൻ ഇവിടെ തന്നെയുണ്ട്. ഇങ്ങോട്ട് വാ. അവരുടെ മുന്നിലേക്ക് പോയി ചാടാനാണോ? ആദ്യ പഞ്ചാമൃത അഭിഷേകം ചെയ്യുമോളെ. ആദ്യം പാലോ? പാല് ആദ്യം, ഇനി തൈര്, നെയ്യ്, ഇനി കുറച്ച് തേൻ. പഞ്ചസാര. കൃഷ്ണ, ഇത്രയും നേരം ഞാൻ നിനക്ക് ഒരേ ഒരു പൂവാണ് വെച്ചതെങ്കിലും ഇതെല്ലാം ഞാൻ ഒത്തിരി ഭക്തിയോടെ അർപ്പണം ചെയ്തത്. എപ്പോഴും നല്ലത് മാത്രമേ നീ എനിക്ക് തരൂ എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ എന്റെ ചേട്ടൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷമായി ഇരിക്കുന്നു എന്നുള്ള വിശ്വാസം, അത് മാത്രം മതി എനിക്ക്. ഒരു പ്രാവശ്യമെങ്കിലും അതിന് എന്തെങ്കിലും ഒരു സൂചന തന്നാ മതി. ഹലോ വൈശോക്, പറ. വിക്കി, ചേട്ടൻ മിസ്സായ സ്ഥലം മനസ്സിലാക്കിയിട്ടുണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് ആയതും അവിടെ വെച്ച് തന്നെയാണ്. ആണോ? അയ്യോ, ഈ സമയത്ത് നിങ്ങൾ എന്തേ കാണിക്കുന്നേ? ചേട്ടൻ മിസ്സായ സ്ഥലം പിടികിട്ടിയെന്ന്. അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയ സ്ഥലവും കിട്ടി. അതെയോ? ഏത് ലൊക്കേഷനിലാ ചേട്ടാ? ഒരു മിനിറ്റ് നോക്കട്ടെ. Bloody hell. എന്തു പറ്റി ചേട്ടാ? എന്തോ മനസ്സ് ശരിയല്ല കൃഷ്ണ. ഞാൻ ഇവിടെ ഉണ്ടെന്നല്ലാതെ എന്റെ മനസ്സിൽ ചേട്ടന് എന്തോ പ്രോബ്ലം ആയി എന്നുള്ള തോന്നല. എന്തോ വേണ്ടാത്ത ചിന്തകളെ മനസ്സിലേക്ക് വരുന്ന എന്നെ. ഒരു നല്ല ദിവസമായിട്ട് ഇങ്ങനെ ഒന്നും ചിന്തിക്കുന്നത് ശരിയല്ല. ചേട്ടൻ ഒന്നും സംഭവിച്ചിട്ടില്ല, അവൻ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന ഒരേ ഒരു സൂചന മതി. ചേട്ടനുള്ള ലൊക്കേഷൻ ഇവിടെ തന്നെയാണെന്നാ കാണിക്കാം. അയ്യോ ദൈവമേ,